വായ തുറക്കുമ്പോഴും അടയ്ക്കുമ്പോഴും ഒക്കെ ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദന. ചില അവസരങ്ങളിലൊക്കെ ചെവി വേദനയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളവർ OPയിൽ വരുന്നത്. ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസോർഡർ സാധാരണ രോഗികൾ എനിക്ക് TMJ ഉണ്ട് ഡോക്ടർ എന്ന് പറഞ്ഞിട്ടാണ് വരാറ്. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ഡോക്ടർ പെബീത, കോഴിക്കോട് ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിലെ ENT സർജനാണ്. ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ജോയിന്റുകളിലൊന്നാണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ്. നമുക്ക് 2 ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഉണ്ട്, എന്നാൽ ഒരു താടിയല്ലേ ഉള്ളൂ. അപ്പോൾ ഈ 2 ജോയിന്റുകൾ തമ്മിൽ വ്യത്യസ്തമായിട്ടുള്ള എന്ത് മൂവ്മെന്റ് നടന്നാലും ഈ ജോയിന്റിൽ പ്രശ്നം സംഭവിക്കാം. അപ്പോൾ ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിൽ വേദന വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? പ്രധാനമായും ഒരു സൈഡിലോ മറ്റോ പല്ലിന് കേടുള്ളപ്പോൾ നമ്മൾ 2 വശവും അൺഈക്വൽ ആയിട്ടായിരിക്കും ഉപയോഗിക്കുക. അത് മാത്രമല്ല, താടിയെല്ലിന്റെ ഷേപ്പിനോ മറ്റോ വ്യത്യാസമുണ്ടെങ്കിൽ ചവയ്ക്കുമ്പോൾ ഈ 2 ജോയിന്റുകൾക്കും അൺഈക്വൽ ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നടക്കുന്നത്. അതുപോലെ തന്നെ വാതരോഗങ്ങൾ. ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് എന്ന് പറയുന്നത് ഒരു ഹിഞ്ച് ജോയിന്റ് ആണ്. ഈ ഹിഞ്ച് ജോയിന്റിന്റെ ഉള്ളിൽ ചെറിയൊരു ആർട്ടിക്കുലർ ഡിസ്കും ഉണ്ട്, മുട്ടിലെയും ഹിപ്പിലെയും ഒക്കെ എല്ലുകളെ പോലെ. അപ്പോൾ ഈ ആർട്ടിക്കുലർ ഡിസ്കിന് ആർത്രൈറ്റിസ് പോലുള്ള അസുഖങ്ങൾ വന്നാലും ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിൽ പെയിൻ ഉണ്ടാവാം. പിന്നെയുള്ളത്, രാത്രി കിടന്നുറങ്ങുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുമ്പോൾ ശക്തമായിട്ട് പല്ല് കടിക്കുന്ന ചിലരുണ്ട്. ബ്രക്സിസം എന്നാണ് ഇതിന്റെ പേര്. ഈ ഹാബിറ്റ് ഉള്ളവർക്കും ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് പെയിൻ വരാം. പല്ലെടുക്കാനും മറ്റും ഒരുപാട് നേരം വാ തുറന്നിരിക്കേണ്ടി വന്നവരിലും ഇത്തരം വേദനകൾ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ടെമ്പറോ മാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സ് വരാനുള്ള കാരണങ്ങൾ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് രോഗലക്ഷണങ്ങൾ? സാധാരണ ഒരു ENT OPയിൽ ചെവി വേദന എന്ന് പറഞ്ഞ ആളുകൾ വരുമ്പോൾ ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിലുള്ള പെയിൻ ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക. ചെവി പരിശോധിച്ചു നോക്കുമ്പോൾ ചെവിയുടെ പുറം ഭാഗവും കർണപടവും ഒക്കെ നോർമൽ ആയിരിക്കും. എന്നാൽ ചെവിയുടെ മുന്നിലുള്ള ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ ലൈനിൽ തൊട്ട് നോക്കുമ്പോൾ അസഹനീയമായിട്ടുള്ള വേദന രോഗിക്കുണ്ടാവും. അതേപോലെ തന്നെ ചില അവസരങ്ങളിൽ തലവേദന, കഴുത്തിന് വേദന, ഇത്തരം കാര്യങ്ങളൊക്കെ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ മൂലം ഉണ്ടാവാം. ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോഴൊക്കെ വാ തുറക്കുമ്പോൾ ഒരു ക്ലിക്ക് ശബ്ദം കേൾക്കാം. ഇത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതിയായിട്ടാണ് രോഗികൾ പറയാറ്. അതുപോലെ തന്നെ ചില അവസരങ്ങളിൽ ഈ ജോയിന്റ് ലോക്ക്ഡ് ആയി പോവാം. ഇതൊരു എമർജൻസി സിറ്റുവേഷനായി മാറുകയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട അവസ്ഥ എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ രോഗലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം? ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പല്ലിന്റെ കേടൊന്നുമില്ല എന്ന് ഉറപ്പിക്കുകയാണ്. നമ്മൾ ഏതെങ്കിലും ഒരു വശം കൊണ്ടാണ് കൂടുതലായിട്ട് ചവയ്ക്കുന്നതെങ്കിൽ അതൊന്ന് ആ ഹാബിറ്റ് മാറ്റാൻ ശ്രദ്ധിക്കുക. പെട്ടെന്നുണ്ടാകുന്ന വേദനയ്ക്ക് നമുക്ക് ഈ ജോയിന്റിന്റെ മുന്നിൽ ചൂട് വെച്ച് കൊടുക്കാം. ഒരു 15 മിനിറ്റോളം വാം കംപ്രസസ് അപ്ലൈ ചെയ്താൽ ഈ വേദന പതിയെ പതിയെ കുറഞ്ഞു വരും. അതുപോലെ തന്നെ ഏത് സൈഡിലാണോ ഈ വേദന അനുഭവപ്പെടുന്നത് ആ സൈഡിനൊന്ന് റെസ്റ്റ് കൊടുക്കാം. പിന്നെ വളരെ കട്ടിയുള്ള ആഹാരം ആ വശം കൊണ്ട് കുറച്ച് ദിവസങ്ങളിലേക്ക് ചവയ്ക്കാതിരിക്കാനും ശ്രദ്ധിക്കണം. ഇതിനോടൊപ്പം തന്നെ വേദന സംഹാരികളായിട്ടുള്ള ഗുളികകളും നമുക്ക് കഴിക്കാം. ഇങ്ങനെയാണ് പെട്ടെന്ന് വരുന്ന ജോയിന്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ നല്ല വേദനയുള്ള സമയത്ത് ഈ ജോയിന്റ് ഒന്ന് സ്പ്ലിന്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പെൻസിൽ എടുത്ത് വായുടെ ഉള്ളിൽ ഇങ്ങനെ ഒന്ന് കടിച്ചു പിടിക്കാം. ഇങ്ങനെ കടിച്ചു പിടിച്ച ശേഷം ഈ ജോയിന്റ് അനക്കാതെ ചുണ്ടുകളൊന്ന് അനക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് വേദനയുള്ള സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു എക്സസൈസ്. ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിന്റെ വേദന മാറാൻ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിനുള്ള എക്സസൈസുകളാണ്. അപ്പോൾ ഈ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പ് ഇവിടെയുള്ള മസിൽസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ടെമ്പറോ മാൻഡിബുലർ ജോയിന്റിൽ പ്രധാനമായിട്ടും ഉള്ളത് ഇവിടെ ഉള്ള മസീറ്റർ എന്ന മസിൽ, അതുപോലെ ഈ ഭാഗത്തേക്ക് വരുന്ന ടെമ്പറാലിസ് മസിൽ, പിന്നെ ഈ ജോയിന്റിന്റെ ഉള്ളിലായിട്ട് വരുന്ന ലാറ്ററൽ ടെറിഗോയിഡ് എന്ന മസിൽ. ഈ 3 മസിലിന്റെയും പ്രവർത്തനം അറിഞ്ഞാലേ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ എക്സസൈസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ മസിൽസിൽ വളരെ ടെൻഷൻ കൂടുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ടെൻഷൻ കുറയ്ക്കാനുള്ള എല്ലാ വഴികളും നമ്മുടെ വേദന കുറയ്ക്കും. അപ്പോൾ ഒന്നാമതായിട്ട് ചെയ്യേണ്ട ഒരു എക്സസൈസ്, വായ നല്ലവണ്ണം തുറന്നു പിടിക്കുക. വായ തുറന്നു പിടിക്കുമ്പോൾ മുകളിലത്തെ പല്ലും താഴത്തെ പല്ലും കറക്റ്റായിട്ട് അലൈൻ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കണം. ഇങ്ങനെ ചെയ്ത ശേഷം മുകളിലെ പല്ലും താഴത്തെ പല്ലും ഒരുമിച്ച് വരുന്ന രീതിയിൽ വായ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യാം. ഇങ്ങനെ ഒരു 6 തവണയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇതാണ് ആദ്യത്തെ എക്സസൈസ്. പിന്നെയുള്ളത് നമ്മുടെ ടെമ്പറോമാൻഡിബുലർ ജോയിന്റിലേക്ക് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ മസീറ്റർ മസിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഈ ഒരു ഭാഗം ഉപയോഗിച്ച് ഈ മസിലിനെ നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഈ മുകളിലത്തെ എല്ല് മുതൽ താഴത്തെ താടിയെല്ല് വരെയാണ് ഈ മസിൽ ഉള്ളത്. അപ്പോൾ ഇങ്ങനെ പിടിച്ച് ചെറിയൊരു വേദന വരുന്ന രീതിയിൽ താഴേക്ക് അമർത്തി മസാജ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു 10 മുതൽ 15 സെക്കൻഡ് പ്രഷർ അപ്ലൈ ചെയ്ത് രാവിലെയും വൈകിട്ടും ഇത് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് പെയിന് മസീറ്ററിന്റെ പുറമേ നിന്നുള്ള മസാജ് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടത്. കൈയൊക്കെ വൃത്തിയായിട്ട് കഴുകി ഒരു ഗ്ലൗസ് ഇടാൻ പറ്റുമെങ്കിൽ നല്ലത്. അതല്ലെങ്കിൽ സോപ്പ് ഉപയോഗിച്ച് വൃത്തിയായിട്ട് കഴുകിയ ശേഷം ഉള്ളിൽ ഒരു വിരലും പുറത്തൊരു വിരലും ഉപയോഗിച്ച് പുറമേക്ക് വലിക്കുക. ഇനിയുള്ളത് ടെമ്പറാലിസ് മസിൽ. ഈ ഭാഗത്തുള്ള മസിലാണിത്. ഈ ടെമ്പറാലിസ് മസിൽ റിലാക്സ് ചെയ്യാൻ നമ്മുടെ വിരലിന്റെ അറ്റം ഉപയോഗിച്ച് ഈ ഭാഗത്ത് ഒരു 10-15 സെക്കൻഡ് നേരം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഈ മസിൽ ബൾക്കിന് മുഴുവൻ ആ രീതിയിൽ നമ്മൾ മസാജ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ നമുക്ക് ഈ വിരലിന്റെ അറ്റം ഉപയോഗിച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഇവിടെ നിന്ന് മേലോട്ട് ഇങ്ങനെ ഉഴിഞ്ഞു കൊടുക്കുകയും ആവാം. അതുപോലെ തന്നെ ഈ കൈയുടെ ഈ ഭാഗം ഹീൽ ഓഫ് പാം ഉപയോഗിച്ച് ഇവിടെ നിന്ന് ഇങ്ങനെ ബാക്കിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ 2 മസിലിന്റെ റിലാക്സേഷൻ എക്സസൈസ് കണ്ടു. ഇനിയുള്ളത് ലാറ്ററൽ ടെറിഗോയിഡ് എന്ന മസിലിൻ്റെതാണ്. ഈ ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടി ഇടത് വശത്താണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ വലത്തെ കൈയിലെ വിരൽ ഉപയോഗിക്കുക. വലത്തെ കൈയിലെ വിരൽ ഉപയോഗിച്ച് നമ്മുടെ ഈ നഖം പല്ലിന്റെ മുൻവശത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ വായുടെ ഉള്ളിൽ കയറ്റുക. ഇത് വളരെ ഉള്ളിലോട്ട് പ്ലേസ് ചെയ്ത് അങ്ങ് അറ്റം വരെ പോയി അറ്റത്തെത്തുമ്പോൾ നമുക്ക് ലാറ്ററൽ ടെറിഗോയിഡ് മസിൽ ഫീൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ലാറ്ററൽ ടെറിഗോയിഡ് മസിലിനെ പല ആംഗിളിലും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വൃത്തിയായി സോപ്പിട്ട് കഴുകിയ ശേഷം മാത്രം ചെയ്യേണ്ട ഒരു എക്സസൈസ് ആണ്. ഇങ്ങനെ ഒരു 5-6 സെക്കൻഡ് മസാജ് ചെയ്ത് രാവിലെയും വൈകിട്ടും ഒരു 10 തവണ വീതം ചെയ്തു കൊടുക്കാം. പിന്നുള്ളത് ഗോൾഡ് ഫിഷ് എക്സസൈസ്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു എക്സസൈസ് ആണ് ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് പെയിനും ഈ ക്ലിക്ക് സൗണ്ടും കുറയാനായി. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏത് സൈഡിലാണോ വേദനയുള്ളത് ആ ജോയിന്റിന്റെ മുന്നിൽ ഒരു കൈ കൊണ്ട് അമർത്തി പിടിക്കുക. മറ്റൊരു വിരൽ കൊണ്ട് താടിയിൽ ഇങ്ങനെ പിടിക്കുക. നമ്മുടെ നാവ് മുകൾ പല്ലിന്റെ ഏറ്റവും മുൻവശത്തായിട്ട് അമർത്തി കൊടുക്കാം. അങ്ങനെ പെട്ടെന്ന് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിന് പകരം ഒരു റെസിസ്റ്റഡ് ആയിട്ടുള്ള ഓപ്പണിങ്ങും ക്ലോസിങ്ങുമാണ് ഈ ഗോൾഡ് ഫിഷ് എക്സസൈസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്ത് ചെയ്താലും ഈ ജോയിന്റിന് വേദന ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഈ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡർ ഉള്ളവര് പെട്ടെന്നൊരു റിലീഫ് ഇത്തരം എക്സസൈസുകൾ കൊണ്ട് പ്രതീക്ഷിക്കരുത്. വളരെ ക്ഷമയോടുകൂടി ഇത് തുടർന്നുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ വേദന സാവധാനത്തിൽ മാറിക്കിട്ടും. ഇങ്ങനെ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പതിയെ പതിയെ കുറഞ്ഞു വരുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാനും സാധിക്കും. അപ്പോൾ ഈ ചെയ്യേണ്ട എക്സസൈസുകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞ മുകളിലത്തെ പല്ലും താഴത്തെ പല്ലും ഒരുമിച്ച് വെച്ചിട്ട് ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്, പിന്നെ നമ്മുടെ ടെമ്പറാലിസ് മസിലും മസീറ്ററും ലാറ്ററൽ ടെറിഗോയിഡിനുമുള്ള മസാജിങ് എക്സസൈസസ്, അതുകൂടാതെ ഗോൾഡ് ഫിഷ് എക്സസൈസ്, ഇത് രാവിലെയും വൈകിട്ടും തുടർച്ചയായിട്ട് ചെയ്യുക. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈ ജോയിന്റിൽ വേദന വരുന്നില്ല എന്ന് ഉറപ്പാക്കണം. അതുപോലെ തന്നെ വളരെ ശക്തിയായിട്ട് പല്ല് കടിക്കുന്ന സ്വഭാവമുള്ളവർ അവരുടെ ടെൻഷൻ മാറാനുള്ള മാർഗങ്ങളും ഇതിനോടൊപ്പം തന്നെ കണ്ടുപിടിക്കണം. അതിയായിട്ടുള്ള വേദനയുള്ള സമയത്ത് ആ ജോയിന്റിന് റെസ്റ്റ് കൊടുക്കാം, മറ്റേ സൈഡ് കൊണ്ട് പതിയെ ചവയ്ക്കാം. അതുപോലെ തന്നെ പല്ലിനും കേടും അതല്ലെങ്കിൽ പല്ലിന്റെ അലൈൻമെന്റിനും മറ്റും പ്രശ്നമുള്ളപ്പോൾ കൂടുതൽ ആളുകൾക്കും ഈ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡേഴ്സ് കാണാറുണ്ട്. ഇതും ഒരു പല്ല് രോഗ വിദഗ്ധനെ കാണിച്ച് കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ടെമ്പറോമാൻഡിബുലർ ജോയിന്റ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരുപാട് അസുഖങ്ങൾ കൊണ്ട് വരാവുന്ന ഒരു കാര്യമാണ്. ഇതിന് ഒരുപാട് എക്സസൈസുകളുമുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടവ മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യണേ.